വെയിറ്റ് ലോസിന് വേണ്ടി നിങ്ങൾ റൈസ് കട്ട് ചെയ്യാറുണ്ടോ? കാർബോഹൈഡ്രേറ്റിനെ നിങ്ങളൊരു ശത്രുവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ന്യൂട്രിഫിറ്റ് ഡയറ്റ് വിത്ത് ദേവ. ലെറ്റ്സ് ഹാവ് സം അൺഫിൽറ്റേഡ് ന്യൂട്രീഷൻ ടോക്ക്. എന്താണ് ഒരു ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ്? ഒരു ദിവസം 100 ഗ്രാമിൽ താഴെ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന ഒരു ഡയറ്റിനെയാണ് ലോ കാർബ് ഡയറ്റ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കീറ്റോ ഡയറ്റ്. ഫാറ്റ് കണ്ടന്റ് കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ്സിനെ കുറച്ചിട്ട് കഴിക്കുന്ന കീറ്റോ ഡയറ്റ് ലോ കാർബ് ഡയറ്റിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഈ ഇന്ത്യൻ മീലിൻ്റെ അകത്ത് യൂഷ്വലി ഹൈ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള റൈസ്, ചപ്പാത്തി, റൊട്ടി, ദോശ പോലുള്ള ഐറ്റംസ് ഉള്ള ഒരു ഇന്ത്യൻ മീൽ ശരിക്കും അൺഹെൽത്തി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ പറയുന്ന ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റിന് കുറച്ച് ബെനഫിറ്റ്സ് ഉണ്ട്. നമുക്ക് ക്വിക്കായിട്ടൊരു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടും നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ബ്ലഡ് ഷുഗർ ലോവർ ചെയ്യാനായിട്ടും PCOD, ഡയബറ്റിസ് പോലുള്ള ഡിസീസ് കണ്ടീഷൻസ് ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് സൈഡ് ഇഫക്ട്സും പ്രോബ്ലംസും ഉണ്ട്. സോ നമ്മൾ ലോങ് ടേം ആയിട്ട് ഈ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ തൈറോയിഡിനെയും ഹോർമോണൽ ബാലൻസിനെ ഒക്കെ നമ്മൾക്കിത് അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പൾസസ് ഒക്കെ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കുമ്പോൾ പല രീതിയിലുള്ള ന്യൂട്രിയൻ ഡെഫിഷ്യൻസീസും നമുക്കുണ്ടാവും. അതേപോലെ ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡ്സ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിരിക്കും. സോ ഫൈബർ കഴിക്കാത്തതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാവും. സോ ഒരു ഇനീഷ്യൽ പീരീഡ് ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റിൻ്റെ ഒരു ഇനീഷ്യൽ പീരീഡിൽ നമുക്ക് നല്ല ഫെറ്റീഗും ബ്രെയിൻ ഫോഗ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സോ ഒരു ഇന്ത്യൻ വെജിറ്റേറിയനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവർക്കിത് ഭയങ്കരമായിട്ട് ചലഞ്ചിങ് ആയിരിക്കും. ദാല് പോലുള്ള ഐറ്റംസ് റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് തന്നെ അവർക്കിത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മോസ്റ്റ് ഇന്ത്യൻസ് ഒരു ഹെൽത്തി ബാലൻസ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുന്നത്. 50-60% ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. സോ അതിനകത്ത് ഈ പറയുന്ന പോലെ മില്ലറ്റ്സ്, ബ്രൗൺ റൈസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ പോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. സോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റിയിലാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള എലിമിനേഷനിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഇൻസുലിൻ റെസിസ്റ്റൻസ്, PCOS, ക്വിക്കായിട്ട് വെയിറ്റ് ലോസ് ചെയ്യേണ്ട സാഹചര്യങ്ങളിൽ മാത്രം ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് ചൂസ് ചെയ്യുക. ലോങ് ടേമിന് ഒരു ബാലൻസ്ഡ് മീൽ തന്നെയാണ് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. സോ എപ്പോഴും ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എടുക്കുമ്പോൾ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെയോ ഡയറ്റീഷ്യൻ്റെയോ അണ്ടറിൽ മാത്രം ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കാതിരിക്കുക. സോ ലോ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് മോശമാണെന്നല്ല, അതൊരു മാജിക് അല്ല. സോ വെസ്റ്റേൺ ഡയറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാതെ നോ യുവർ ബോഡി ആൻഡ് ചൂസ് വൈസ്ലി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.